ന ന ന കൃതണരകാം 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 ന ന ന. കോട്ടയ്ക്കലിലെ സമ്പ്രദായങ്ങളിൽ ഇപ്പോൾ പുറമേ ഉള്ള സമ്പ്രദായത്തെക്കുറിച്ചിട്ട് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട എനിക്ക് ചോദിക്കാനുമില്ല. പക്ഷേ എന്നിരുന്നാലും കഥകളി സമ്പ്രദായത്തിൽ ഇപ്പോൾ കോട്ടയ്ക്കലൊരു വേഷക്കാരനെ കൊട്ടുമ്പോഴും പുറമേ ഉള്ളൊരു വേഷക്കാരനെ കൊട്ടുമ്പോഴും തമ്മിലുള്ള വളരെ വലിയ പ്രശ്നങ്ങളോ അല്ലെ ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം? പലർക്കും പല അനുഭവം. ഇപ്പോൾ ഞാനധികം കോട്ടയ്ക്കിൽ ഏറ്റവും അധികം വേഷത്തിന് കൊട്ടിയത് കേശവേട്ടൻ്റെ വേഷത്തിനാണ്. അതിപ്പോൾ ഉത്ഭവമായാലും നരകാസുരനായാലും ശരി, പരശുരാമനായാലും ശരി, ഏറ്റവും അധികം എൻ്റെ മനസ്സിൽ അദ്ദേഹം എന്ത് തിരിഞ്ഞാലും എനിക്കത് കൊട്ടാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അത് ഞാൻ കൊട്ടിരിക്കും. അതിനുശേഷം വന്നത് ദേവദാസേട്ടനാണ്. അപ്പോൾ ദേവദാസേട്ടൻ എന്ത് ചെയ്താലും എനിക്ക് കൊട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഞാനതിന് കൊട്ടിരിക്കും. അത് വന്നിരിക്കും. അത് അതിനിപ്പോൾ ആരും ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ മുമ്പെന്നോ പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറയണത് എന്താ വെച്ചാൽ 1-2 മാസമോ അല്ലെങ്കിൽ 1-2 ദിവസമോ 1-2 കൊല്ലങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ല. അനവധി വേദികൾ, അനവധി കൊല്ലങ്ങൾ, അനവധി വേദികളിൽ പങ്കിട്ടിട്ടുള്ള ഒരനുഭവമാണ്. അതിപ്പോഴും പറഞ്ഞു, ഒരു വേഷക്കാരൻ ഇപ്പോൾ ഏതൊരു പുറത്തുള്ള വേഷക്കാരനും ശരി എനിക്ക് കൊട്ടാൻ പറ്റും. അപ്പോൾ ചിലത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ആശാനാണ് വേണുമോഹൻ, അല്ലെങ്കിൽ എൻ്റെ ആശാനാണ് ഉണ്ണികൃഷ്ണ ആശാൻ എന്നൊക്കെ പറയേണ്ടി വരും. പല കാര്യങ്ങളും എനിക്ക് അവരോട് ചോദിച്ച് കൊട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വേണുമോഹനോട് ചോദിച്ചപ്പോൾ എനിക്കത് മുഴുവൻ മനസ്സിലായില്ല. വേണുമോഹനോട് പറഞ്ഞു, വേണു എനിക്കത് വീഡിയോ അയച്ചു തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് പല കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അത് പരസ്പര ധാരണയോടുകൂടെ പോയാൽ ഏത് സ്ഥാപനമോ ഏത് കൊട്ടോ എന്നുള്ളത് പ്രശ്നമില്ല എന്നർത്ഥം. പിന്നെ കഥകളിയിൽ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്നില്ല. എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയാൽ തന്നെ കഥകളിയേ. ഇപ്പോൾ ഒരു ചെണ്ടക്കാരൻ മെയിൻ, ഞാൻ തന്നെയാണ് മെയിൻ, അല്ലെങ്കിൽ വേഷക്കാർ ഞാൻ തന്നെ മെയിൻ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിൽ എല്ലാവരും അണിയറ മുതൽക്ക് ഇങ്ങോട്ട് ഒത്തൊരുമിച്ച് നിന്നാൽ തന്നെ കഥകളിയാവുള്ളൂ. അത് എല്ലാവരും ഒറ്റക്കെട്ടാണോ അത് പറയാനില്ല. കഥകളി വൻ വിജയമായിരിക്കും. ഇപ്പോൾ കഥകളി കൊട്ട് എന്നുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് കൊട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളുണ്ടോ? അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട്. കാരണം ഞാൻ അധികം ഈ രണ്ടാമത്തെ ചെണ്ടക്കാരനാകൊണ്ട് അവസാനത്തെ രംഗങ്ങൾ, പൊലിപ്പിക്കുന്ന രംഗങ്ങൾ എന്നൊക്കെ പറയും, അങ്ങനത്തെ രംഗങ്ങളൊക്കെ അധികം വരിക. എനിക്ക് മോഹമുള്ളത് 1-ാം ദിവസം കൊട്ടണം. നാട്ടുസംഘത്തിൽ ഇതുവരെ 1-ാം ദിവസം കൊട്ടിയിട്ടില്ല. ആദ്യ ഭാഗം ഹംസം മുതലുണ്ട്, 2-ാം ദിവസം കൊട്ടിയിട്ടില്ല. നാട്ടുസംഘത്തിൽ കളരിയിൽ കൊട്ടിയിട്ടുണ്ട്, അരങ്ങത്ത് കൊട്ടിയിട്ടില്ല. അരങ്ങത്ത് പുറമേ കൊട്ടിയിട്ടുണ്ട്, പുറമേ ധാരാളം കൊട്ടിയിട്ടുണ്ട്. അല്ല, നമുക്ക് അപ്പോൾ കൊട്ടിയോ കൊട്ടാത്തതും ഇനിയും നമ്മളൊരു രംഗത്ത് വന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഇവിടെ ഇപ്പോൾ എന്നല്ല, എപ്പോൾ ഏതുറക്കത്തിൽ 2-ാം ദിവസം കൊട്ടണം എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ കൊട്ടിയിരിക്കും. അതിനുള്ള നല്ല മനസ്സുണ്ട്, തൻ്റെ ഇടമുണ്ട്. അതിനേക്കാളുപരി നമുക്കൊരു വേഷം, ഇപ്പോൾ എനിക്കൊരു വേഷം എത്ര കെട്ടിയാലും മതിയാവാത്ത, ചിലപ്പോൾ ആ വേഷം തന്നെ ഇന്നും നാളെയും മറ്റന്നാളും കെട്ടുമ്പോഴും നമുക്ക് ആ വേഷത്തിനോടൊരു ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ പിന്നെ വരുന്ന കഥാപാത്രങ്ങളുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു 3 കഥാപാത്രങ്ങളാണ്. 1 ഉൽബൻ രാവണൻ, 2 നരകാസുരൻ, 3 പരശുരാമൻ. അത് എന്താ മനസ്സിൽ ഇത്ര ഇഷ്ടമുള്ള കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം കൊട്ടിയത് അതിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജടാസന്ധനാണ്. ഇതൊക്കെ ഈ പറഞ്ഞത് മുഴുവൻ നമ്മളൊരു കൊട്ടുകാരൻ്റെ സപ്പോർട്ടോടുകൂടി കൊട്ടുന്നതാണ്. 2ാം കൊട്ടുകാരൻ ഡബിൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്ക് ഒരു കൊട്ടി നമുക്ക് തൃപ്തി തോന്നുന്നതും അത് ചെയ്യാൻ പറ്റുന്നതായ ഒരു രംഗത്തെ ഞാൻ ചോദിച്ചു. ഒറ്റയ്ക്ക് കൊട്ടുന്ന തന്നെയാണല്ലോ ഉത്ഭവം. അതെ, എന്നാലും ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൾ വരും. നരകാസുരനും അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ 2ാം ദിവസത്തിൻ്റെ ഒരു ആട്ടം എടുത്തു കഴിഞ്ഞാൽ, രുഗ്മാംഗരത്തിൻ്റെ ഒരു ആട്ടം എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ആട്ടത്തിൻ്റെ പ്രാധാന്യം കൊണ്ടോ അല്ലെങ്കിൽ കൊട്ടുകാരന് വലിയ ബുദ്ധിമുട്ടാണ് അത് ഫലിപ്പിക്കാൻ. ഇപ്പോൾ നരകാസുരനൊരു മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മളെ കാതിലേക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എന്നാൽ നമ്മൾ എത്ര പ്രയോഗിച്ചാലും
അത് ഇഷ്ടമാവില്ല എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് തോന്നിയൊരു? അങ്ങനെ തോന്നി, ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, വിഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ ക്രിമീരവധമാണ്. ക്രിമീരവധം ധർമ്മപുത്രക്ക് കൊട്ടുമ്പോഴാണ്, അതും അരങ്ങത്ത് ഞാൻ കൊട്ടിയിട്ടില്ല. ഇതൊക്കെ മനസ്സിൽ കിടന്ന് എന്താ പറയുക, ആ മനസ്സിനെ ഇത് കൊട്ടിലിക്കും ഇതൊക്കെ വരും പോലെയാണ് ഈ ധർമ്മപുത്രക്ക് കൊട്ടുന്നത്. കളരിയിൽ മാത്രമേ കൊട്ടിയിട്ടുള്ളൂ. അത് ആ ധർമ്മപുത്ര അനുഭവമാണ് മനസ്സിൽ. കാരണം ഒന്നും അമർത്തി കൊട്ടാനും പറ്റില്ല, എന്നാൽ പതുക്കെ കൊട്ടും വേണം, കൊട്ട് കേൾക്കും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള. അത് കളരിയിൽ കൊട്ടിയിട്ടുള്ളൂ. അത് അരങ്ങത്ത് കൊട്ടണമെന്ന് മോഹമുണ്ട്, ഇതുവരെ തരായിട്ടില്ല. അത് എത്രയും പുറത്ത് കൊട്ടിയിട്ടുണ്ടാവും, കാരണം പുറത്ത് ധാരാളം കൊട്ടിയിട്ടുണ്ട്, പ്രൈവറ്റ് കളിക്ക് ധാരാളം കൊട്ടിയിട്ടുണ്ട്. നാട്യസംഘത്തിന്റെ നമ്മൾ കൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ കൊട്ടിയിട്ടുണ്ട് അല്ലേ. എന്നാലും നമ്മളെ സ്ഥാപനത്തിൽ കൊട്ടണതല്ലേ നമുക്ക് ഏറ്റവും അതെ ഒരു സംതൃപ്തി. നമുക്ക് ഇനിയും വർഷങ്ങൾ ഇനിയും തുടർന്ന് ഉണ്ട്. ഇഷ്ടംപോലെ ക്രിമീരവം ധർമ്മപുത്ര ആയാലും ഇഷ്ടംപോലെ വേഷങ്ങൾക്ക് കൊട്ടാനുള്ള അവസരം ശരിക്കും വിജയരാട്ടിനെ കാത്തിരിക്കുന്നുണ്ട് കലാലോകം. അതിനൊന്നും ബുദ്ധിമുട്ട് അല്ല. നമ്മൾ ഈ കൊട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തായമ്പകേനെ വീണ്ടും ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി തായമ്പകയിലുള്ള എന്തെങ്കിലും നമ്മളിപ്പോൾ കൊട്ടുന്ന ശൈലിയിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ല എൻ്റേതായ എന്തെങ്കിലും സംഭാവന തായമ്പകയ്ക്ക് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? കൊട്ടിപ്പറയാനാണോ അല്ല പറയാനാണോ ഉദ്ദേശം? തായമ്പകയിൽ ഞാൻ ഉണ്ടാക്കിയ ആദ്യത്തെ എണ്ണം എല്ലാവരും നഗതര കണ്ണ എന്നുള്ള എണ്ണാണ്. അതിന് പഠിക്കുമ്പോൾ നമ്മൾ ഗിന്ന കണക്കാം അല്ലെങ്കിൽ ഗിടത് കണക്കാം എന്നുള്ള എണ്ണാണ്. നമ്മുടെ തായമ്പക എന്ന് പറഞ്ഞാൽ പതികാലം, കൂറ്, ഇടവട്ടം, ഇടനില, ഇരികിട, ഇങ്ങനെ 5 കാലങ്ങളായിട്ട് പോകണം. അപ്പോൾ ആദ്യത്തെ പതികാലത്തിനെ തന്നെ നമ്മൾ 4 കാലമാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് വിളംബകാലം, മധ്യമകാലം, 4ാം കാലം എന്നുകൊണ്ട് തിരിച്ചിട്ടുണ്ട്. ഈ വിളംബകാലത്തിൽ മധ്യമകാലം കഴിയണ വരെ നമുക്ക് കൈ വരില്ല, അധികം കോലേ വരുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നഗണ നഗീകം ന ന ഡ ന ന ന ഡ ഡ ഡ ഡം ന ന ന ഡ ഡ ഡം നഗണ നഗിന്നകം ന ന ഡ ന ന ന ഡ ഡ ഡ ഡം ന ന ന ഡ ഡ ഡം. അങ്ങനെ വലിയ 2 താളവട്ടം, 2 പാട്ടും പകുതി, പിന്നെ ഏറ്റിച്ചുരുക്കുക. ഈ ഏറ്റിച്ചുരുക്കണ കൈയുടെ വരയ്ക്ക് നമുക്ക് കോലേ ഉള്ളൂ. ഈ എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ കോലേ ഉള്ളൂ. ആ നിലയുടെ ഇടയിൽ കൈ വരുന്നില്ല. അപ്പോൾ ഓരോ ശൈലികളാണ്. ഈ മലമക്കാവ് ശൈലിയിലാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നഗതരകിക്കം ആദ്യം പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് നഗതരകിക്കം, അത് കഴിഞ്ഞാൽ നഗതരകൺ നക്കാണ് എന്നുള്ള എണ്ണം പഠിക്കും. ഇത് കഴിഞ്ഞിട്ട് അച്ഛൻ നഗനടകിക്കാം എന്നുള്ള എണ്ണം മാറ്റിക്കൊട്ടിരുന്നു പഞ്ചാരി നടയിൽ. തായമ്പക അപ്പോൾ തായമ്പക മാറ്റം ഉണ്ടെങ്കിലും ആ ശൈലി തുടരാനാണ് തീരുമാനം. കളിക്കൊട്ടിലാണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് കുടുംബത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടന്മാരാശാൻ്റെ കൊട്ട് കേട്ടിട്ടുണ്ടോ? കുട്ടന്മാരാശാനെ കണ്ടിട്ടുണ്ടോ? കാരണം കൃഷ്ണുട്ടി ആശാൻ്റെ ആശാനാണല്ലോ കുട്ടന്മാരാശാൻ. കുട്ടന്മാരാശാനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തവണ അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാളിന് ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ചെറിയ കുട്ടി, കോട്ടയ്ക്കൽ ചേർന്നിട്ടില്ല. ഇല്ല, എൻ്റെ പൂക്കാട്ട് നിൽക്കുന്ന കാലത്താണ്. അദ്ദേഹത്തിനൊരു നോക്ക് കണ്ടു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, എൻ്റെ മകനാണ്. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ നാട്യസംഘത്തിൽ വന്നപ്പോൾ കൃഷ്ണകുട്ടേശൻ അങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ ആശാനാണ്, ഇടയ്ക്കേ വരുള്ളൂ, നല്ല ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, ഈ കഥകളി മേളം അദ്ദേഹം കൊട്ടുന്നത് ചോരാതെ കൊട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കണ്ടിട്ടില്ല, കേട്ട വിവരമാണ്. ആ ഒരു താവഴിയാണ് കൃഷ്ണകുട്ടേശാൻ്റെ മേളത്തിനും നമ്മളിതുവരെ കൊണ്ടുവരുന്നത്. വെച്ചാൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. കുട്ടന്മാരാശൻ്റെ മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടതൂരാത്ത മേളമാണ്. അതായത് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ മേളത്തിനൊക്കെ ഗ്യാപ്പ് കുറച്ച് കാണുന്നുണ്ട്, എങ്കിലും നടനനുസരിച്ചുള്ള കൊട്ടാണ് ഇപ്പോൾ. മുമ്പ് അതായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. നടനനുസരിച്ചിട്ടുള്ള മേളം വെച്ചാൽ ഗ്യാപ്പ് വേണം.
നടൻ ഗ്യാപ്പ് ഇടുമ്പോൾ അതിനനുസരിച്ച് ഗ്യാപ്പ് വരേണ്ടതല്ലേ? അവിടെ ഗ്യാപ്പ് ഇട്ടിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. കൃഷ്ണൻകുട്ടി ആശാന്റെ കൊട്ടിന് വരെ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ഇടതൂരാതെ മേളം പുറത്തുനിന്ന് കേട്ട് കഴിഞ്ഞാൽ ചോർച്ചില്ലാതെ കൊണ്ട് ഇങ്ങനെ കിടക്കണം എന്നാണ് മൂപ്പർ പറഞ്ഞത്. കൃഷ്ണകുട്ടി പറഞ്ഞത് ആ മേള ശൈലി ആണ് പിന്തുടരുന്ന കോട്ടയ്ക്കൽക്കാർ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ മുഴുവൻ ഇപ്പം പറയാൻ പറ്റില്ല. ഞാനടക്കമുള്ള ആള് വ്യക്തികളെടുത്ത് പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ കുറച്ചൊക്കെ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനും അത് ചെയ്യാറുണ്ട്. വെച്ചാൽ എൻ്റെ മനസ്സിൽ എന്ത് തോന്നി ഞാൻ അതാണ് ചെയ്യണത്. അപ്പം മേളം വേണോ വെച്ചാൽ ഞാൻ കൊടുക്കും, വേണ്ടേ എന്ന് ചോദിക്കഴിഞ്ഞാൽ കൊടുക്കില്ല. അപ്പോൾ ഈ കുട്ടന്മാരാശന കണ്ടിട്ടില്ല, കേട്ടതേ ഉള്ളൂ. പക്ഷേ അച്ഛൻ പൂക്കാട്ടി ദിവാകരപ്പൊതുവാളും കൃഷ്ണൻകുട്ടി ആശാനും തമ്മിലുള്ള കൊട്ടിലുള്ള എന്തെങ്കിലും താരതമ്യ പഠനങ്ങൾ എന്തെങ്കിലും നടത്തിയോ ആലോചിച്ചിട്ടോ ഉണ്ടോ? അവർ തമ്മിൽ ഒരു ജ്യേഷ്ഠനോ അനിയനോ അല്ലെങ്കിൽ ആശാനോ ശിഷ്യനോ അല്ല. ഞാൻ വന്ന കാലത്ത് അതിൻ്റെ മുമ്പ് ഉണ്ട് പറയുന്നു, അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ബാഗ് ഉമ്മർത്ത് വെച്ചിട്ട് ആശാൻ്റെ റൂമിലാവും ഫുൾ ടൈം. ആശാൻ്റെ ആ ഉമ്മർപ്പടിയുമേ ബാഗ് വെച്ചിട്ട് ആ ബാഗിൻ്റെ മുകളിലാണ് അച്ഛൻ കിടന്നിരുന്നത്. അതുകൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ പല കാര്യങ്ങളും അത് ഇന്ന ചെയ്യണം, അങ്ങോട്ട് വിളിക്കുമ്പോൾ ദിവാകര അതിങ്ങനെ ചെയ്യണം, അത് ഇന്ന എണ്ണ അവിടെ കൊട്ടിയാൽ നന്നല്ല, വളരെയധികം അവർ മനസ്സ് തുറന്ന് വർത്താനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ മേളപ്പദം കൊട്ട് മേളപ്പദം ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ധാരാളം മേളപ്പദം റെക്കോർഡും അങ്ങനെ അന്നത്തെ കാലത്ത് റെക്കോർഡിങ് ഇല്ല, വളരെയധികം. അത് ഈ ടൈപ്പില്ലേ ഞെക്കി പിടിക്കണ അങ്ങനത്തെ ഓലയിലൊരു CD കിട്ടിയിരുന്നു. പക്ഷെ ആ ഓലാകെ ഇത് പിടിച്ച് പോയിട്ടുണ്ട്. അതെ, അവരെ ആ കൊട്ട് കേട്ടതിൽ അച്ഛൻ്റെയും ആശാന്റെയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്? അവർ രണ്ടാളും ഒരേ മനസ്സാന്നൊക്കെ പറഞ്ഞില്ല. കറക്റ്റ് അവർ അധികം ആ പതിഞ്ഞ എണ്ണ അത് മാത്രമേ കൂട്ടുള്ളൂ. നവഭാവിൽ ആ പതിഞ്ഞ എണ്ണ അവർ രണ്ടാളും കൂടി ആ മൂന്നാം കാലം ആകുമ്പോഴേക്കും രണ്ടുപേരും ഒന്നിച്ചാവും. അതുവരെ രണ്ട് മാറിയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്തു വരുന്ന പോലെ തന്നെ. ഈ കൃഷ്ണൻകുട്ടി ആശാൻ തായമ്പ കൂട്ടിയുണ്ടോ? തായമ്പ കൃഷ്ണൻകുട്ടി ആശാൻ്റെ തായമ്പ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, എവിടെ വെച്ച്? 1-2 തവണ ഈ വേട്ടക്കിരങ്കാവിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതെ. പിന്നെ കേളി, ഡബിൾ കേളി പറഞ്ഞിട്ട് അതിപ്പോൾ നമുക്ക് അല്ല, തായമ്പ കേളി, അങ്ങനെ കേളി ഉണ്ടാക്കിയിട്ടുണ്ട് ആശാൻ. ആശാൻ രവിയേട്ടൻ ഇവരൊക്കെ കൂടിയിട്ട് തായമ്പക കേളി. അതായത് മുഖം അങ്ങോട്ട് കഴിഞ്ഞാൽ തായമ്പയ്ക്ക് പിടിക്കുന്ന പോലെ താളം പിടിക്കും. പിന്നെ അതിലെണ്ണ മദ്ദള കേളി എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷെ അതിൽ താളം എന്നാണ് പിടിക്കാറ്. ഇത് തായമ്പയ്ക്ക് പിടിക്കുന്ന പോലെ, വിളംബ കാലത്തിൽ പിടിക്കുന്ന പോലെ എണ്ണങ്ങൾ പൊട്ടിക്കലാശി. അപ്പൊ എത്ര, 1 മണിക്കൂർ വരുമോ? അതൊക്കെ പിടിക്കും. 1.5-2 മണിക്കൂറുകൾ പിടിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കൊട്ടിയുണ്ടോ ആശാന്റെ കൂടെ? ഇല്ല, അന്ന് പ്രസാദേട്ടനായിരുന്നു കൊട്ടിയിരുന്നു. ഞാൻ ഇതൊക്കെ നിന്ന് കാണുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ സരസ്വതി മണ്ഡപത്തിൽ കൊട്ടിയിരുന്നത് ആ കേളിയല്ല, അത് സാധാരണ കേളി. ഈ വേട്ടക്കരൻ്റെ അമ്പലത്തിൽ തായമ്പക, ശിവന്റെ അമ്പലത്തിലാണ് ഈ കേളി ഉണ്ടായിരുന്നത്. തായമ്പക കേളി എന്ന്, കേളി അങ്ങനത്തെ ഒരു ഭാഷ. അത് ഭാഷ വരാനുള്ള കാരണം തായമ്പയ്ക്ക് താളം പിടിക്കുന്ന പോലെ താളം പിടിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് അവർ. അതെ. പിന്നെ ആരെങ്കിലും കൊട്ടണം കേട്ടിട്ടില്ല? ആരും കൊട്ടണത് കേട്ടിട്ടില്ല ഇപ്പോഴും? ഇല്ല. പിന്നെ എന്തുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി? എവിടെയെങ്കിലും ചെയ്യാം. ഇപ്പോൾ അതിന് പറ്റിയ ഇതിനിപ്പോൾ എന്താ മുഴുവൻ പറയാൻ പറ്റില്ല നമുക്ക്. അതിന് കൂട്ടുള്ള ആൾക്കാർ കൂടി നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാം. അല്ല, ഈ ഒരു പിന്നെ നമ്മൾ തമ്മിലുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു സംസാരം അതൊരു തുടക്കമാവട്ടെ. അപ്പോൾ അടുത്ത് തന്നെ അങ്ങനത്തെ ഒരു ഈ മദ്ദളക്കാരുടെ കലാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നക്കാന്ന് പറഞ്ഞിട്ടാണ് ചെണ്ടക്കാർ തുടങ്ങുക. ഞാൻ മനസ്സിലാക്കിയോർത്തോളം തായമ്പക ചെണ്ടക്കാരനും കേളി മദ്ദളക്കാരനാണ് പ്രാധാന്യം. ഇപ്പോൾ കേളി കൊട്ടുമ്പോൾ മദ്ദളക്കാരുടെ മെയിൻ നിൽക്കുക, ചെണ്ടക്കാർ സൈഡ് മാറും. അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, സൈഡ് മാറും. മദ്ദളക്കാരാണ് മെയിൻ നിൽക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു തായമ്പക കേളി നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ പാരമ്പര്യം പറഞ്ഞപ്പോൾ കുട്ടന്മാരാശാനെ കണ്ടിട്ടില്ല പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ തലമുറ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലേക്കും അതിൻ്റെ വലിയച്ഛന്മാർ ചെറിയച്ഛന്മാർ എല്ലാവരും കൊട്ടുകാരാണ്. അപ്പോൾ ബാക്കിലേക്ക് ഓർമ്മയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. തീർച്ചയായിട്ടും. അച്ഛൻ്റെ അമ്മാവുണ്ട് രാമപുതുവാൾ, അദ്ദേഹം വലിയ മേളപ്രമാണിയായിരുന്നു. തായമ്പക കൊട്ടും
എങ്കിൽ കൂടി അദ്ദേഹം വലിയൊരു മേളപ്രമാണിയായിരുന്നു. മേളത്തിനാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്, അതാണ് കൊട്ടിയിരുന്നത്, പ്രാധാന്യം. പിന്നെ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ, ആലിപ്പറമ്പ് കൃഷ്ണ പൊതുവാൾ, ഇതൊക്കെ തായമ്പങ്ങൾ അല്ലധികം കൊട്ടിയിട്ടുണ്ട്, താളം പിടിച്ചിട്ടുണ്ട്. ഈ രാമപൊതുവാൾ അച്ഛൻ്റെ അമ്മാവനാണ്. അച്ഛൻ്റെ അച്ഛൻ കുറിഞ്ഞിക്കാവ് പുതുവാട്ടിൽ രാഘവ പൊതുവാൾ. എനിക്ക് ഏറ്റവും ഒരു സന്തോഷം എന്താ വെച്ചാൽ ആ ഒരു കഷ്ണം വിജയരാഘവന്റെ പേരിലുണ്ട് എന്നുള്ളതാണ്. രാഘവ പൊതുവാൾ അദ്ദേഹത്തിന്റെ അത് കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് കണ്ടിട്ടില്ല. ഇല്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോ നോക്കിയിട്ട് കുറേ നടന്നിട്ടുണ്ട്. അപ്പോഴും മറ്റേ ചൊവ്വൂർ മനക്കിൽ പോയിട്ടുണ്ട്, ഓങ്ങല്ലൂർ മനക്കിൽ പോയിട്ടുണ്ട്. അച്ഛൻ തായമ്പക പഠിച്ചത് തായമ്പക പഠിച്ചത് മൂലേക്ക മറ്റേ എവിടെയാണ്, ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ കുറുമാപ്പള്ളി കേശവൻ നമ്പൂരി മാഷ്, മാധവൻ നമ്പൂരി, അദ്ദേഹമൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ. വെച്ചാൽ അദ്ദേഹം കുറച്ച് പഠിച്ചിങ്ങനെ പോണ സമയത്ത് അമ്മാവൻ്റെ അടുത്ത് കേട്ട് പഠിക്കും. അന്നത്തെ കാലത്ത് ഈ പഠിപ്പൊന്നുമില്ല, അങ്ങോട്ട് കൂടിച്ചേർന്നിട്ട് അങ്ങോട്ട് ശരിയാവുക, അത്രയേ ഉള്ളൂ. പിന്നെയാണ് അച്ഛൻ കുട്ടമഹാരാജൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് അതിന് ഓർഡറൊക്കെ ആക്കിയത്. കുട്ടമഹാരാജൻ എന്ന് പേര് പറയണേ ഉള്ളൂ, ആശാൻ ഇടയ്ക്കേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂക്കാട്രി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന തലമുറകൾ ഏതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാച്ചാൽ? പൂക്കാട്ടി തലമുറയിൽ അറിയപ്പെടുന്ന ആളെന്ന് പറഞ്ഞാൽ പൂക്കാട്ടി രാഘവ പൊതുവാൾ, പിന്നെ പൂക്കാട്ടി രാമ പൊതുവാൾ, പൂക്കാട്ടി ദിവാകര പൊതുവാൾ, പൂക്കാട്ടി വിജയരാഘവൻ, പൂക്കാട്ടി മനീഷ് രാമനാഥൻ, ഇങ്ങനെ ഇത്രയും പേരാണ് അവിടെ ഈ വാദ്യലോകത്ത് പൂക്കാട്ടി എന്നുള്ള പേരിൽ അത് നിലനിർത്തി പൂക്കാട്ടിന് തായമ്പകയാണ്. കളിക്കോട്ടായാലും മനീഷ് രാമനാഥൻ എന്ന് പറഞ്ഞപ്പോൾ കോട്ടയ്ക്കൽ നാട്യസംഘത്തിൽ തൊട്ട് താഴെ, അതായത് അച്ഛൻ്റെ അനിയൻ്റെ മകൻ. പിന്നെ ഈ പഴയ ആൾക്കാരെ കൊട്ടുകൾ കേട്ടിട്ടുണ്ട്, അല്ല കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് കോട്ടയ്ക്കൽ ഉത്സവങ്ങളിലായിരിക്കാം. ഒരുപാട് തായമ്പകളും കച്ചേരികളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ആകർഷിച്ച തായമ്പകൾ, അതിൻ്റെ പ്രത്യേകതകൾ, വന്ന കാലം മുതൽക്കുള്ള കോട്ടയ്ക്കൽ ഉത്സവത്തെക്കുറിച്ചും എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോട്ടയ്ക്കൽ ഉത്സവം 7 ദിവസമാണ്. ഉത്സവം തന്നെയാണ് വെച്ചാൽ തായമ്പക, മേളം, കഥകളി, കൂടിയാട്ടം, അതുപോലെ ചാക്യാർകൂത്ത്. ഉത്സവം എന്ന് പറഞ്ഞാൽ 7 ദിവസം കോട്ടയ്ക്കൽ ഉത്സവം തന്നെയാണ്. രാവിലെ അഷ്ടപതി മുതൽക്ക് അങ്ങോട്ട് തുടങ്ങും. അഷ്ടപതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പാണി കൊട്ടി ശിവേലിക്ക് എഴുന്നള്ളിക്കുകയും ഗംഭീര മേളം. എൻ്റെ ഓർമ്മയിൽ ഞാൻ കേട്ട മേളം അച്ഛൻ്റെ മേളം തന്നെയാണ്. കോട്ടയ്ക്കൽ വന്നിട്ട് അച്ഛനുണ്ടാവും. അച്ഛനാണോ ഉത്സവത്തിൻ്റെ മേളത്തിൻ്റെ? കൊല്ലം മുതൽ അച്ഛനാണ് ഇൻചാർജ് മേളം മുഴുവനും. അതുപോലെ മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടകം, അതുപോലെ ഓട്ടംതുള്ളൽ തുടങ്ങുകയായി. അത് കഴിഞ്ഞ് ഉച്ചപ്പൂജ അതൊക്കെ കഴിഞ്ഞ് ആദ്യം വൈകുന്നേരത്തെ ശിവേലിക്ക് എഴുന്നള്ളിക്കുകയായി. ശിവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചേരി, അതിഗംഭീരമായിട്ടുള്ള പ്രഗത്ഭന്മാർ വന്നിട്ടുള്ള കച്ചേരി. കച്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും രസകരമായിട്ടുള്ള തായമ്പ തുടങ്ങുകയായി. അതിലാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇവിടെ പതിവുള്ളത് മലമക്കാവ് ശൈലിയുടെ തായമ്പകയാണ്. ആദ്യത്തെ 2 തായമ്പക അവിടെ. അതായത് ആദ്യത്തെ ദിവസം അച്ഛൻ തന്നെ കൊട്ടാറ്, പിന്നീട് അത് തുപ്രങ്കോട് പരമേശ്വരന്മാരായി, പരമണ്ണ ശശിയേട്ടനായി. ആദ്യത്തെ ദിവസം ഇവിടെ മലമക്കാവ് ശൈലി, അത് ആരാണോ ആ ശൈലിയിൽ കൊട്ടുന്നത് ആ ശൈലിക്കാരെ തായമ്പയാണ്. തായമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അല്ലെ രണ്ടാമത്തെ തായമ്പക ആലിപ്പറമ്പിൻ്റെ ആണ്. ആലിപ്പറമ്പ് ആദ്യം കൊട്ടിരുന്നത്. ഫസ്റ്റ് ദിവസം ആദ്യത്തെ തായമ്പക. അത് 2 തായമ്പക ഉണ്ടാവും. ആദ്യത്തെ ദിവസം ആദ്യത്തെ ശിവരാമാമ കൊട്ടും, രണ്ടാമത്തെ അച്ഛൻ കൊട്ടും. അങ്ങനെയാണ് ആദ്യത്തെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ചെറിയൊരു കഷ്ണം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്. ഇത് കഴിഞ്ഞാൽ ചെറിയൊരു ശിവേലിയുണ്ട്, ഒരു എഴുന്നള്ളിപ്പ്. അത് കഴിഞ്ഞാൽ കളിക്ക് വിളക്ക് വെക്കുകയും. ഇത് കഴിഞ്ഞാൽ ഞാൻ 10 മണി 10:30 ചിലപ്പോൾ വൈകുന്നേരം കഴിയുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ ഉടനെ വിളക്ക് വയ്ക്കും. അതിഗംഭീരമായിട്ടുള്ള കഥകളി, അതായത് രാവിലെ വരെ ഒരു 7 മണി 7:30 വരെയും കഥകളി കഴിയില്ല. അത്രയും അധികം വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ. ഞാൻ കലാമണ്ഡലം കേശവേട്ടനെയൊക്കെ, അദ്ദേഹം കേശവാശാനെയൊക്കെ ഇവിടെ വന്നിട്ടാണ്, കോട്ടയ്ക്കൽ വന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. നീട്ടിയത്ത് കേശവേട്ടൻ അദ്ദേഹത്തിനെ പറയുന്നത്. അദ്ദേഹം കേശവപ്പൊതുവാൾ, കലാമണ്ഡലം കേശവപ്പൊതുവാൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട്. കേശവപ്പൊതുവാൾ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ കളിക്ക് കൊട്ടണ ആളാണ്. അതെ അല്ലേ? നമ്മുടെ
മദ്ദളം ശശിയേട്ടൻ്റെ അച്ഛനാ. അപ്പോൾ അതങ്ങനെ അദ്ദേഹം ഇവിടെ കളിക്ക് കൊട്ടുമ്പോൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കളിക്കും അങ്ങനെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആ കാലത്തുള്ള ഇപ്പൊ ഇപ്പൊ നിലവില് നമുക്ക് കാണാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. ആ ആൾക്കാരെ ഒന്ന് ഓർത്തെടുത്ത് അവരുടെ കൊട്ടിന്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞാല്. അങ്ങനെ ഇപ്പൊ കലാവള്ളം കേശവാശാനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് പറഞ്ഞത് ശശിയേട്ടൻ്റെ അച്ഛൻ തൃപ്പൂണിത്തുറ. അദ്ദേഹം ഇപ്പോൾ നമ്മൾ ജീവിച്ച കേശവ പൊതുവാളം, കലാവള്ളം കേശവ പൊതുവാളം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ശശിയേട്ടൻ, തൃപ്പൂണിത്തുറ ശശിയേട്ടൻ, അദ്ദേഹം കലാവള്ളത്തിലായിരുന്നു. അങ്ങനെ ഒട്ടനവധി ആൾക്കാർ, വാരണാസി അദ്ദേഹം വന്നിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഇപ്പോഴും മനസ്സിൽ നിന്ന് വിടാത്ത നമ്മുടെ ബാലസുന്ദരേട്ടൻ, അദ്ദേഹം. അങ്ങനെ അനവധി ആൾക്കാർ നിറഞ്ഞ സദസ്സ്. ഇങ്ങനെ ഒരു സദസ്സ് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയധികം അതിഗംഭീരമായിട്ടുള്ള സദ്യ, ഭക്ഷണം അടക്കം എല്ലാവർക്കും. ഒരാൾ വന്നിട്ട് ഇവിടുന്ന് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല. അത്രയും അധികം ആൾക്കാരായിരുന്നു ഇവിടെ ഉത്സവകാലത്തിന്. അങ്ങനെ 7 ദിവസം. ഇപ്പോൾ ആ കൊട്ടുകൾ നമ്മളിപ്പോൾ കാണുകയാണ്, പിന്നിൽ നിന്നിട്ട് കളിക്കൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമ്മളൊരു അടുത്ത അരങ്ങത്തേക്ക് വരുമ്പോഴുള്ള പ്രത്യേകതകൾ. ഇപ്പം ഇതിൽ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയ ആരുടെങ്കിലും കൊട്ടുണ്ടോ? പിന്നെന്താ, ധാരാളം കൊട്ടുകൾ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുടെ പേര് പറഞ്ഞ ആരോഗ്യമെന്ന് അറിയില്ല. കലാമണ്ഡലം ഉണ്ണികേശേട്ടൻ, അതുപോലെ തന്നെ കലാമണ്ഡലം കൃഷ്ണദാസേട്ടൻ, കുറൂർ വയസ്സ് നമ്പൂരി, എല്ലാവരും എനിക്കിഷ്ടമാണ്. അനവധി ആൾക്കാരുണ്ട്. പക്ഷേ 2 പേരുടെ കൊട്ട് മനസ്സിൽ നിന്ന് എന്നും പോവാത്ത ഒരു കൊട്ടാണ്. അതൊക്കെ അതായത് കലാമണ്ഡലം ഉണ്ണികേശേട്ടൻ്റെയും കലാമണ്ഡലം കൃഷ്ണദാസേട്ടനും. അത് എന്താണെന്ന് വെച്ചാൽ അവർ കൊട്ടുമ്പോൾ ഞാൻ പല ദിക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട്, കൊട്ടണേൻ്റെ ബാക്കിൽ നിന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ആശാന്മാർ, അതായത് കൃഷ്ണകുട്ടേശൻ, അദ്ദേഹത്തിന് കൊട്ടുമ്പോൾ ഒരു നിർബന്ധമുണ്ട്. അദ്ദേഹം കൊട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ എപ്പോഴും എന്നെ കാണണം. അദ്ദേഹം ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും അവിടെ ഉണ്ടോ എന്നുള്ളത്. അതിപ്പോൾ ആട്ടത്തിൻ്റെ സമയത്തൊന്നും അല്ല, ചിലപ്പോൾ കലാശത്തിൻ്റെ സമയത്തോ ചിലപ്പോൾ മൂപ്പരിങ്ങനെ കൊട്ടിട്ടാവും, ഒരു തിരിഞ്ഞു നോക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പിടുത്താ മൂപ്പരിങ്ങനെ. അത് ആശാനെ ശരിക്കും അറിയാവുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉണ്ണീഷേട്ടൻ്റെയും കൃഷ്ണദാസേട്ടനും ബാക്കി പലരും ആൾക്കാർ, മറ്റേ ബലരാമേട്ടൻ, ഇവരൊക്കെ കൊട്ടിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ബാക്കിൽ നിന്ന് ഇവരൊക്കെ കൊട്ട് കേൾക്കാറുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അവരെ പോലെ ആവാൻ പറ്റില്ല. എന്നാലും അവർ ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ കട്ടെടുത്തിട്ടുണ്ട്. അത് അവർ നമ്മുടെ കൊട്ട് കേൾക്കുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ. വേറൊരു കലാകാരന്മാർക്ക് അത് മനസ്സിലാവില്ല, അത് ചെണ്ടക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ല, അത് നല്ലൊരു കാര്യമല്ലേ. കട്ടെടുക്കുക എന്നുള്ളത്, അവരെ കാര്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു വരിക എന്നുള്ളത് തന്നെയാണ് വാചകം. ഈ ഉത്സവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉത്സവത്തിൻ്റെ പിന്നെ വിജയരാഘവേട്ടൻ കൊട്ടിയ അരങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അരങ്ങുകൾ ആ കാലത്ത് പെട്ടെന്ന് കൊട്ടേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉത്സവക്കാലത്ത് വരുമ്പോഴൊക്കെ അച്ഛനാണ് ഇവിടെ മേളം. അച്ഛൻ്റെ മേളത്തിൻ്റെ ഇപ്പം കൊട്ടിയിട്ടുണ്ട്. കാരണം ആൾക്കാർ പകുതിക്കുന്ന ഒഴിയും. അപ്പോൾ നമുക്ക് കളിയും മേളം കൊട്ടിലും വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ സ്റ്റാമ്പിക്ക് സ്ഥിരമായിട്ട് താളം പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരാൾ താളം പിടിക്കാനില്ല എന്നുണ്ടെങ്കിൽ അവിടെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം മേളത്തിന് നല്ലോണം അച്ഛൻ്റെ കൂടെ നല്ലോണം മേളം എല്ലാം കൊട്ടാനുള്ള ചാൻസ് കിട്ടിയിട്ട് മാത്രമല്ല, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് 15 കൊല്ലം നിറസാന്നിധ്യമായിട്ട് തൃശ്ശൂർ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ മേളത്തിലുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ എലഞ്ഞിത്തറ മേളം. അതൊരു വലിയ, അത് ആദ്യം 12ാമത്തെ ആളായിരുന്നു. പിന്നെ അത് 13ാമത്തെ ആളായി. ഇങ്ങോട്ട് അകത്തേക്ക് ഒന്നുകൂടി കയറി. പിന്നെ അവിടുത്തെ ചില പ്രശ്നങ്ങളാൽ 12 13 എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കായി, പുറത്തേക്കല്ല. 13 ഒന്ന് ഉള്ളിലേക്കായി. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ വിട്ടു നിന്നു. അതൊന്നുകൊണ്ടല്ല, നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നഷ്ടം തോന്നി. നമുക്ക് ആരോടും ആലോചിക്കില്ല. നമ്മളെ ഒഴിവാക്കിക്കൊണ്ടൊരു കത്ത് വന്നു. ഞാൻ ആ കത്തിന് മറുപടി അയക്കാൻ പോയിട്ടില്ല. സന്തോഷമാണെന്ന് പറയാൻ പറ്റില്ല, സങ്കടമാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, സാഹചര്യം കൊണ്ട് ഇനിയും പിന്നെ തൃശ്ശൂർ പൂരത്തിന് കൊട്ടിക്കൂടാതൊന്നുമില്ലല്ലോ. ഇല്ല, അതൊക്കെ നമുക്ക് സാഹചര്യം പോലെ നമുക്കതുപോലെ ചെയ്യാൻ കഴിയുള്ളൂ. കൊട്ടില്ല എന്ന് വാശിയൊന്നുമില്ല. അതെ. അപ്പം മേളങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കോട്ടക്കലേക്ക് തന്നെ തിരിച്ചു വന്നാൽ കോട്ടക്കലുടെ പഠന സമ്പ്രദായത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് ക്ലാസിൻ്റെ സമ്പ്രദായത്തെക്കുറിച്ച് ഒന്നും കൂടി പറയാം. അത് പറയുകയാണെങ്കിൽ ക്ലാസിൻ്റെ സമ്പ്രദായം നാട്യസംഘത്തിൽ ചെണ്ടക്കളരിക്കില്ല.
ആശാൻ എപ്പോൾ ക്ലാസ്സിൽ വരുന്നു, ആശാൻ പോണ സമയത്തെ ക്ലാസ് കഴിയാറുള്ളൂ. അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്കി കളരികൾക്ക് ഇന്ന സമയമുണ്ട്, ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയം ഒന്ന് പറഞ്ഞാൽ മതി. അത് ഒരു 6:30 6:45 എല്ലാ കളരികളും നിശബ്ദ. രാവിലെ 3 മണിക്ക് 3:45 തുടങ്ങിയാൽ 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:30 എല്ലാ കളരികളും സ്റ്റോപ്പായിട്ടുണ്ടാവും. ചെണ്ടക്കളരി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അവിടെ 7:30 7:35 7:40 വരെ, 45 എത്തില്ലേ, അപ്പോഴേക്ക് ആരെങ്കിലും വന്ന് വിളിക്കും, മേനേരൊക്കെ വന്ന് വിളിക്കും. ഒരു രാജമേനേജറുണ്ടായിരുന്നു, അദ്ദേഹം വന്ന് വിളിക്കും, കൃഷ്ണൻകുട്ടി നിർത്തൂ, ഇവിടെ സമയമായി, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ. അയ്യോ എന്നാൽ നിർത്താം എന്ന് നിർത്തിപ്പോയും. ആദ്യം 8:30 അവിടെ കയറണം, ആശയേട്ടൻ 35-40 വരുള്ളൂ. ഞങ്ങൾ ഈ വിധത്തിൽ സാധകങ്ങൾ അവിടെ ചെയ്യാം. സാധകത്തിന് എന്തൊക്കെയാണ് കൊട്ടുക എണ്ണങ്ങൾ? അങ്ങനെ സാധകം ഇന്ന സാധകം എന്നുണ്ടോ, അല്ല സാധകത്തിന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും രീതികളുണ്ടോ? സാധകത്തിന് 4 വിധത്തിലുള്ള സാധകമാണ് നാട്ടുസംഘം കളരിയിൽ, ചെണ്ടക്കളരിയിൽ ചെയ്യണത്. അതിൻ്റെ മദ്ദളക്കളരി എന്നാണ് ഞാൻ തിരിച്ചിട്ടുണ്ട്. അതായത് തക്കിട്ട, തരികിട, ഇടം തക്കിട്ട, വലം തക്കിട്ട, ഇങ്ങനെ 4 പാടക്കൈകളാണ് അവിടെ ചെയ്യണത്. പക്ഷേ ഈ തരികിട ദിവസം തരികിട മുറുകി കലാശിക്കില്ല. കുറച്ച് കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരികിടയ്ക്ക് തുടങ്ങും കാലിടും. അതായത് അടുതുക, ഇരികിട എന്നൊക്കെ പറയും. അതായത് ഇനി മനസ്സിലാവണമെങ്കിൽ തായമ്പയുടെ അവസാനത്തെ കാലം. അതങ്ങോട്ട് കൊട്ടിക്കലാശി നിർത്തുകയാണ് ചെയ്യുക മിക്കവാറും തരികിട ദിവസം. അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ആ സമയമായാൽ ഈ ഡബിൾ തായമ്പ പോലെ ഡബിളാവില്ല എന്നല്ലോ, 5 ആളുണ്ടെങ്കിൽ 5 ആൾ ഇങ്ങനെ കൊട്ടി വരും. ഈ ആദ്യം അഡ് എന്നുള്ള എണ്ണം കൊട്ടും, അത് ഇവരൊക്കെ കൊട്ടി വരും, അടുത്ത ആൾ അഡ് ഇട്ടും. ഈ മെയിൻ ആളാണ് അവസാനം വരിക. ഇപ്പം മെയിൻ ആളല്ല ആദ്യം വരിക, ആണോ? അല്ല, മെയിൻ ആൾ 2ാമത് വരിക, തിരിച്ചു വരും. അഡ് വരും, തിരിച്ചു വരും. അഡ് വെക്കാന്ന് വരും, തിരിച്ചു വരും. അഡ് വെക്കാൻ തിരിച്ചു വരും. അഡ് വെക്കാൻ തിരിച്ചു വരും. ഇങ്ങനെ ഓരോ എണ്ണങ്ങളായിട്ട് 5-6 ആൾക്കാർ, ചിലപ്പോൾ 2 ആളേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. ആരായാലും ആ തരികിട ദിവസം അവിടെ ഇരികിടയായിരിക്കും. അത് കണ്ട് കുട്ടി കലാശിക്കും, തായമ്പ കുട്ടി കലാശിക്കും പോലെ. അങ്ങനെയാണ് അവിടെ കഴിയുക. പിന്നെ കളിക്കുട്ടിൽ ഞങ്ങൾക്ക് ആട്ടം പഠിക്കുക അല്ലെങ്കിൽ മുദ്ര പഠിക്കുക അങ്ങനത്തെ ഒരു സമ്പ്രദായം നാട്യസംഘത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതേവരെ. പക്ഷെ നമ്മുടെ ഒരു മനസ്സുകൊണ്ട് ഞാൻ എത്ര മുദ്രയെന്ന് തന്നെ ആദ്യം അറിയില്ല. ഇവരാണ് വേഷക്കാരിങ്ങനെ പറഞ്ഞേക്കും, എത്ര മുദ്ര? അയ്യോ അതിപ്പോൾ അപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞേക്കും 24 ഉണ്ട് കേട്ടോ. 24 ഉണ്ടോ? അപ്പോൾ ആദ്യത്തെ കാലത്ത് അങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പം പിന്നെ ഏതാ 24 മുദ്ര? ഞങ്ങളുടെ ഒരു അനുഭവമാണ് പറയണത്. കുട്ടികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറയും. ഞാൻ ഹരികുമാർ, വേങ്ങേരി, സുരേഷ്, പ്രഹ്ലാദൻ പിന്നെ യാതൊരു കമ്പമില്ല. മദ്ദളം പ്രഹ്ലാദന് അത് ആദ്യമേ ഇല്ല, പിന്നെ ഇല്ല. അപ്പോൾ 24 അത് എങ്ങനെ പിടിക്കുക? അപ്പോൾ പതാക എന്നുള്ള മുദ്ര അതിപ്പോൾ എനിക്കറിയോ. അപ്പോഴേക്ക് സുരേട്ടൻ കുറച്ച് ഇതുള്ള ആളാണ്, അയാൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കങ്ങനെ പെട്ടെന്ന് ഓടാൻ പറ്റില്ല. പതാക എന്നുള്ള മുദ്ര എങ്ങനെയാണ്, മുദ്രാക്കും ഘടകം, അങ്ങനെ ഓരോ മുദ്രയായിട്ട് ഞങ്ങൾ അവിടുന്ന് പഠിച്ചാണ്. ഞങ്ങളുടെ മുദ്ര പഠിപ്പിച്ചു തന്നിട്ടില്ല. ചണ്ടകൃഷ്ണ മുദ്രയ്ക്ക് കൂടണം, മുദ്രയ്ക്ക് കൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുദ്ര അറിയാതെ എങ്ങനെ കൂടാതെ നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന ആശാൻ പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളെങ്ങനെ പഠിച്ചോളൂ, അവിടെ നോക്കി പഠിക്കൂ, ഓരോപ്പം നോക്കി പഠിക്കൂ. ആട്ടം അത് നോക്കി പഠിക്കൂ, അവിടെ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കി പഠിക്കൂ എന്ന് മാത്രമേ പറ്റുള്ളൂ. പഠിച്ചോ നോക്കിയോ. അപ്പോൾ ഞങ്ങളിത് നോക്കും. അടുത്ത കളരിയിൽ പഠിച്ചു വരിക എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത കളരിയിൽ പിന്നെ 2 ദിവസം മൂപ്പര് മറന്നിട്ടുണ്ടാവും. എന്നാൽ ഞങ്ങൾ വിചാരിക്കും മൂപ്പര് മറന്നു പറയില്ല. പിന്നെ ചോദിക്കും, പഠിച്ചു ചോദിക്കും. അപ്പോൾ കുറച്ച് എന്തെങ്കിലും മുഴുവൻ പഠിക്കാൻ സമയം കിട്ടിയില്ലേ? അങ്ങനെയല്ല, എന്നാൽ പറയൂ ഏതെങ്കിലും ഒരു ആട്ടം. അല്ല, ആട്ടം പഠിക്കുന്നത് നമുക്കിപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാം. ആട്ടത്തിന്റെ ആ മുദ്രകൾ പഠിക്കൽ എങ്ങനെ? മുദ്രത്തിന്റെ ആദ്യം ആട്ടം പഠിക്കണ്ടേ, എന്നിട്ടല്ലേ എന്താ മുദ്ര. ആട്ടം പഠിച്ച് ശീലിച്ചിട്ടില്ല. ആട്ടം ആദ്യം പഠിക്കണം, എന്നിട്ടാണ് അത് എന്താ മുദ്ര കാണിക്കാന്ന് അറിയണ്ടേ. വെറുതെ മുദ്ര കാണിച്ചിട്ട് ആട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യം ഏത് ആട്ട പഠിപ്പിച്ചത്? ആദ്യം എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു അതന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ആ ഒരു സംഗതി പറഞ്ഞത് ഘടോൽക്കജന്റെ ആട്ടം. അത് നമുക്ക് ഈ കോട്ടയം കഥകളാണ് ആദ്യം വരിക. ആദ്യം ചൊല്ലിയാട്ടം തുടങ്ങുമ്പോൾ തന്നെ ശൗര്യഗുണമാണ് നമുക്ക് ചൊല്ലിയാടാറ്. അപ്പോൾ അതിൻ്റെ ആട്ടത്തിലേക്ക് വന്നു. അങ്ങനെ ഇപ്പോൾ കുറേശ്ശെ പഠിക്കേണ്ടത് വെച്ചപ്പോൾ ആശാനായിന്ന് പിന്മാറി. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആട്ടം പറയിപ്പിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. വെച്ചാൽ
എത്ര മുദ്ര, 24 മുദ്ര. അത് ആദ്യം പറയുക, പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കാണിക്കുക, പിന്നെ അത് വാക്കുകളാക്കുക, വാചകങ്ങളാക്കുക. അതൊക്കെ ഇപ്പം ചെയ്യണ്ട. അത് എന്നോടാരും പറഞ്ഞിട്ടല്ല, അത് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേറെ കാര്യമുണ്ട്. അത് അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ എനിക്ക് കൂടി പഠിക്കാൻ പറ്റുമല്ലോ വെച്ചിട്ടാണ് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല. അപ്പോൾ ചെണ്ട പഠന സമ്പ്രദായത്തിൽ മുദ്രകൾ നമ്മൾ പഠിച്ചോളുക, അത്രയേ ഉള്ളൂ. ആശാന്റെ മുമ്പിൽ മുദ്ര കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ആട്ടം മാത്രം പറയാ, മുദ്ര കാണിക്കേണ്ട ഇല്ല. അപ്പോൾ ഇപ്പോൾ കഥകളിയിലെ മുദ്രകളെല്ലാം നമ്മൾ ഈ കൊട്ടി പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ കണ്ടു പഠിച്ചതോ കേട്ട് പഠിച്ചതോ? കുറേയൊക്കെ ഇത് കളിക്കൊട്ട് എന്ന് പറഞ്ഞാൽ കുറേ കാണണം, കുറേ കേൾക്കണം, കുറേ കൊട്ടണം. ഇതിപ്പോൾ നമ്മുടെ കളരി പോലെ തന്നെ 3 സെക്ഷനായിട്ടാണ് പോണത്. ഒന്നാമത് ചെണ്ടക്കളരി മാത്രം. ഈ ചെണ്ടക്കളരിക്കാരൻ വേഷക്കളരിക്കാരുടെ അടുത്ത് പോയിട്ട് ചൊല്ലിയാട്ടം ഓടും. ഇതൊന്നും അല്ലാത്തൊരു സാധനമായിട്ട് അരങ്ങത്തേക്ക് പോകണം. ഈ ചെണ്ടയും മദ്ദളവും എവിടുന്ന കൂടുക? ചൊല്ലിയാട്ട കളരിന്ന്. അല്ലാണ്ട് നിങ്ങൾ രണ്ടാളും വേറെ കൂടുന്നില്ല? അത് കൂടില്ല. അത് വേണമെങ്കിൽ മാത്രം, അത്ര നിർബന്ധമാണെങ്കിൽ. ഇപ്പോൾ ഒരു കുട്ടിക്ക് മേളപ്പദം വേണം, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അയ്യോ അത് വേണം, അവർ കൊട്ടിക്കൊള്ളിയേ പോരാ, നോക്കണം എന്നിട്ട് ഒരു ആശാൻ ചാടി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ക്ലാസ് നടക്കും. ശരിക്ക് ചെണ്ടയും മദ്ദളും കൂടിയിട്ട് ഒരു കളരി ആവശ്യമല്ലേ? ഞാൻ പണ്ട് കേട്ടിരുന്നു, ചെണ്ടയും മദ്ദളം കൂടിയിട്ട് ഒറ്റ കളരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഒറ്റ കളരി ആകുമ്പോൾ നമുക്ക്, പക്ഷേ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴുതിൽ താങ്ങുന്നതും ഇതൊക്കെ ആ കുട്ടി ഈ ചൊല്ലിയാട്ടത്തിൻ്റെ ഇടയിലേക്ക് അല്ലാണ്ട് ഈ ചെണ്ടയും മദ്ദളമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കേളി പഠിപ്പിക്കുന്നത് പോലെ ആട്ടത്തിൻ്റെതാണെങ്കിലും പുറപ്പാടിൻ്റെ ആദ്യത്തെ എണ്ണങ്ങളാണെങ്കിലും ചെണ്ടയും മദ്ദളവും കൂടിയിട്ട് ഒരു കളരിയിലേക്ക് അല്ലെങ്കിൽ ഒരു സമയം വെച്ചിട്ട് അത് വേണ്ടതല്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ട് തോന്നിയിട്ടില്ല. കാരണം ഈ പുറപ്പാടാണെന്നുണ്ടെങ്കിൽ കുട്ടി കൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുസംഘത്തിൽ മെയിൻ ചെണ്ട ആശാനോ മെയിൻ മദ്ദളത്തിൻ്റെ ആശാനോ അപ്പുറത്തെ സൈഡിലിരിക്കുന്നുണ്ടാവും. അവർക്ക് കറക്റ്റായിട്ട് ആ പഴുതിൽ വേഷക്കാർ ചവിട്ടണം അതേ സമയത്ത് അവർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം മനസ്സിലാവില്ല, ചിലപ്പോൾ 10 പ്രാവശ്യം കാണിച്ചാലും മനസ്സിലാവില്ല, ചിലപ്പോൾ 100 തവണ കൊട്ടിയാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും വേണം എന്നുള്ളൊരു മദ്ദളക്കാരനോ ചെണ്ടക്കാരനോ ആണെന്നുണ്ടെങ്കിൽ അത് ആ ആശാന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ കൊട്ട് നോക്കിയിട്ട്, ചിലപ്പോൾ ആശാന്മാർ കൊട്ടില്ല, ഇങ്ങനെ ഒരു തലയിട്ട് വീശി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് കലാശിക്കാറായി എന്നുള്ളത്. അത് നമ്മൾ പഴയ പഠന സമ്പ്രദായം പറയാണ്. ഇനിയുള്ള കാലത്തേക്ക് ആർക്കും സമയമില്ല, സമയത്തിൻ്റെ കുറവ്, പഠിക്കാനുള്ള കുട്ടികളുടെ വരവ് കുറവ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം കൃത്യമാക്കി കൊടുത്തിട്ട് വേണ്ടേ. ഇപ്പോൾ കളരിയിൽ ചൊല്ലിയാട്ടങ്ങൾ തന്നെ മുറയ്ക്ക് നടന്നോളന്നില്ലാത്ത സമയത്ത് ഈ ചെണ്ടക്കാരനും മദ്ദളക്കാരനും കൂടിച്ചേരുന്നത് ഈ ചൊല്ലിയാട്ട കളരിയിൽ മാത്രമാകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഇവർ രണ്ടും കൂടി ചേരണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ചേരണ്ട. കാരണം നമുക്ക് ആട്ടത്തിന് കൊട്ടുക എന്നുള്ളൊരു പ്രധാന ഒരു കാര്യമുണ്ട്. ആ ആട്ടത്തിന് കൊട്ടൽ മുദ്ര, വേഷക്കാർ എന്ത് മുദ്ര കാണിക്കണു അല്ലെങ്കിൽ ഒരു നടൻ എന്ത് മുദ്ര കാണിക്കണു അതിനനുസരിച്ചാണ് ചെണ്ടക്കാരും മദ്ദളക്കാരും കൂടേണ്ടത്. അല്ലാണ്ട് ചെണ്ടക്കാരും മദ്ദളക്കാരും വെറുതെ കൂടി പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു വേഷക്കാരൻ ഒരു നളൻ ഒരു ആൾ കെട്ടിയെന്നുണ്ടെങ്കിൽ അടുത്ത നളന് അടുത്ത വേറെ നടനാവും കെട്ടിണ്ടാവും, വേറെ നടനും വേറെ ആളും ആവും. ആ നളന് മുദ്ര വേറെ, മുദ്രയ്ക്ക് നീളം വേറെ, മുദ്രയ്ക്ക് ഒരുപോലെയാവും, നീളത്തിന് വ്യത്യാസം ഉണ്ടാവും ആട്ടത്തിന് കാണിക്കുമ്പോൾ തൊട്ടോ. അല്ലാണ്ട് കുവലയോലോചന ബാലയെ ഭൈമീന്ന് കാണിക്കണമെന്നും നീളം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ കറക്റ്റായിരിക്കും. പക്ഷേ ആട്ടത്തിലുള്ള മുദ്രയ്ക്കുള്ള നീളങ്ങൾ പലർക്കും പലവിധമാണ്. അത് ആരും പറഞ്ഞു തന്നല്ല, ഞാൻ കൊട്ടിയിട്ട് എനിക്ക് അനുഭവത്തിന് മനസ്സിലായതാണ്. അതുകൊണ്ട് അവർ ചൊല്ലിയാട്ട കളരിയിൽ നിന്ന് കൊട്ടി റെഡിയാക്കിയിട്ട് അരങ്ങത്തേക്ക് പോയാൽ അവർക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. ഒരു 4-5 തവണ അത് ചെണ്ടയും മദ്ദളക്കാരും ഒരേ ചെണ്ടയും മദ്ദളക്കാരും ഒരു വേഷക്കാരനെ കൊട്ടിയെന്നുണ്ടെങ്കിൽ ആ വേഷക്കാരൻ ചെണ്ടക്കാരൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പിന്നെയും സുഖസുന്ദരമായിട്ട് ആ വേഷക്കാരന് കൊട്ടാൻ പറ്റും. അല്ല, ഇതൊക്കെ നമുക്ക് കളരികൾ ഉണ്ടാകുമ്പോഴും അത് കളരികൾ നടന്നു പോകുമ്പോഴും ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെ. ഇപ്പോൾ അതല്ലാതെ പരിശീലനം എന്നുള്ള രീതിയിൽ ചൊല്ലിയാട്ട കളരിയിലാണ് ഇതൊക്കെ ഒന്നിച്ചു ചേരുന്നത്, തന്നെ സെറ്റ് ആവണം. അപ്പോൾ കോട്ടക്കലിൻ്റെ ആദ്യത്തെ സാധകം കഴിഞ്ഞു. ഇനി 8:30 പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നെ പഠിപ്പിക്കുന്നത് ആദ്യം തായമ്പകയാണ്. ഞാൻ പറഞ്ഞോളൂ, ആദ്യം അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ളത്, അരങ്ങേറ്റത്തിന് മുമ്പുള്ള പറഞ്ഞു, അരങ്ങേറ്റം കഴിഞ്ഞാൽ പുറപ്പാടും മേളപ്പതാണ് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ചെറിയ കലാശങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും. ഇപ്പോൾ ചെമ്പടയിലെ കലാശമാണ് ഞാൻ ആദ്യം, അതായത് കലാശം ഇരട്ടി. 2 തരം ഇരട്ടിയുണ്ട്, ചെറിയ ഇരട്ടിയും വലിയ ഇരട്ടിയുണ്ട്. അത് കുറേശ്ശെ കൊട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വട്ടം വെച്ച കലാശത്തിലേക്ക് കിടന്നു.
അത് പതിഞ്ഞ കാലത്തുള്ള ഒട്ടമച്ച കലാശം, അതുപോലെ അതിൻ്റെ മുറുകിയത്, അതിൻ്റെ മുറുകിയത്, ദ്രുതകാലത്തുള്ള, അങ്ങനെ മാറി മാറി അങ്ങോട്ട് തിത്ത 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 തത്ത വേഷക്കാർ പറയണു, അല്ലെങ്കിൽ ചെണ്ടക്കാർ ഊറട് 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 കിടുകിട് എന്ന് പറയണു. അതോടുകൂടി ആ കലാശം, ചെമ്പടയിലെ കലാശം അവിടെ കഴിയും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇടക്കലാശങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അടന്തയിലെ കലാശം, അടന്തയിലെ ഇതുപോലെ തന്നെ പതിഞ്ഞ കലാശം, ഇരട്ടി, പിന്നെ അതിൻ്റെ രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം എന്നൊക്കെ കലാശങ്ങൾ എല്ലാ കലാശങ്ങളും താളത്തിൻ്റെ ഈ ചെമ്പട, ചെമ്പാടന്ത, മുറിയടന്ത, പഞ്ചാരി ഇതിലുള്ള കലാശങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു. ഇതിന് ശേഷമാണ് ഞങ്ങൾക്ക് തെരനോക്ക് പഠിപ്പിക്കുന്നത്. തെരനോക്കിന് 2 ഉരുള് പോലാണ് വരുന്നത്, പതിഞ്ഞ തെരനോക്കിന്. രണ്ടാം കാലത്തിൻ്റെ തെരനോക്കിന് 3 ഉരുള് പോലെ വരും. അങ്ങനെയാണ് കളരിയിൽ. പിന്നെ അരങ്ങത്ത് പോയാൽ ചിലപ്പോൾ മാറും, ചിലപ്പോൾ 4 ആവും, ചിലപ്പോൾ കുറച്ച് കൊണ്ടുവരും. മറ്റേ ഹനുമാൻ, മറ്റേ രാവണനെ ചിലപ്പോൾ ചുരുതാക്കി കൊടുക്കുന്നൊക്കെ വരും. അതൊക്കെ വേഷക്കാരുടെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം കാലത്തിൽ തിരഞ്ഞോക്കും, അത് കഴിഞ്ഞാൽ താടി തിരഞ്ഞോക്കും. ഇങ്ങനെ 3 സെക്ഷനായിട്ട് അത് വരുന്നത്. അതിനുശേഷം പഞ്ചാരിയിലെ കലാശങ്ങൾ വരും, യുദ്ധവട്ടം, ചെമ്പേല യുദ്ധവട്ടം, ഇങ്ങനെയുള്ള കലാശങ്ങളൊക്കെയാണ് ഞങ്ങളെ കളരിയിൽ പഠിപ്പിക്കാറ്. ഇത് എല്ലാം കഴിഞ്ഞാലാണ് ഉത്ഭവത്തിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ. അല്ല, ഇതൊക്കെ 8:30 മുതൽ വന്നു കഴിഞ്ഞാൽ 11:30 വരെ ഉണ്ടാവില്ല ക്ലാസ്? ചൊല്ലിയാട്ടം അല്ല, ചൊല്ലിയാട്ടം അല്ലാതെ ആദ്യം ക്ലാസ്സുകൾ 11:15 വരെ ഉണ്ടാവും. ഈ കലാശങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കലാശങ്ങൾ പഠിപ്പിക്കുക. രാവിലെ തായമ്പോട് കൂടി കഴിയും. അതെപ്പോഴും അങ്ങനെയാണ്? എപ്പോഴും അങ്ങനെയാണ്. ഉച്ചയ്ക്ക് രാവിലെ ഒരുവിധം എല്ലാ ദിവസങ്ങളും തായമ്പങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈ അരങ്ങേറ്റം കഴിഞ്ഞാലും ഒരുവിധം എല്ലാ ദിവസങ്ങളിലും അടിസ്ഥാനപരമായിട്ട് തായമ്പകയാണ്. അതെ അല്ലേ? ഞാൻ മനസ്സിലാക്കി ഓർത്തോളൂ. അപ്പൊ കളരിയിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3:30 ശേഷമാണ് ഈ കലാശങ്ങളൊക്കെ കൊട്ടിക്കാൻ തുടങ്ങുന്നത്. രാത്രി അഭ്യാസം ഉണ്ടോ? രാത്രി അഭ്യാസം ഇല്ല. രാത്രി അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-5:15 കഴിയും. 5:15 മുതൽ തന്നെ മറ്റേ കുട്ടികൾ വരാൻ തുടങ്ങും. പാർട്ട് ടൈമായിട്ട് കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികൾ 10-25 കുട്ടികൾ, നല്ല കൊട്ടാൻ പറ്റിയ കുട്ടികളാണ്. വിമല്, ശ്രീജിത്ത്. സാധകം തുടങ്ങും. സാധകം കുറച്ചു നേരം ചെയ്യും. അത് കഴിഞ്ഞാൽ അവർക്കുള്ള തായം ചെയ്യണം. അതൊരു 6:45, 7 മണി, 7:15 വരെ എത്തും. എൻ്റെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഈ എല്ലാ ക്ലാസ്സിനും കൃഷ്ണോട്ടേശം വരും. മൂപ്പര് ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, ആശാനൊന്ന് ലീവ് എടുക്കണേന്നൊരു പ്രാർത്ഥന ഉണ്ടാണല്ലോ. മൂപ്പര് ലീവ് എടുക്കില്ല. അത് ആശാനം എങ്ങനെ അറിഞ്ഞോ, ഇവർ പ്രാർത്ഥിക്കേണ്ട ലീവ് ഈ അങ്ങനെ ചെയ്തു എന്നൊരു ദിവസം ചോക്കുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ ചിരിച്ചു. അപ്പം മൂപ്പര് അത് തമാശയായിട്ട്. കളരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഭയങ്കര ശുണ്ടിയാണ്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആള് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ്, ഒരു കൂട്ടുകാരനെ പോലെയാണ് മൂപ്പര്. വളരെ ഒരു സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ചൊല്ലിയാട്ട കളരിയിലേക്ക് പോണ ദിവസം ഈ 8:30 ക്ലാസ് ഉണ്ടോ? 8:30 ക്ലാസ് ഇവിടെ പഠിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാവും. ചെണ്ടയ്ക്ക് 2 വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആശാൻ അപ്പോഴും അങ്ങോട്ട് വരും. ചൊല്ലിയാട്ട കളരി 9 മണിക്ക് പുറപ്പാടാകുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ 5 വർഷം. അവിടേക്ക് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലിയാട്ട കളരി അവിടെ നമ്മളെ അമ്പലത്തിൻ്റെ അടുത്തുള്ള പുറപ്പാട് ഏകദേശം കഴിയാറാകുമ്പോഴേക്കും ആശാൻ വരും. അങ്ങനെ ഏതാ കഥ, ചിലപ്പോൾ ചന്ദ്രശേഖരാശാനാവും വരിക, ചിലപ്പോൾ കേശവേട്ടനാവും, ചിലപ്പോൾ മുരളിയാശാനാവും, ചിലപ്പോൾ കേശവഭദ്രേശനാവും വരിക. ഇതൊന്നും അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആശാൻ അങ്ങനെ മാറി മാറി, കുട്ടീഷാശാൻ അങ്ങനെ മാറി മാറി വരും. നന്ദകുമാർ ആശാൻ, ആശാന്മാരുടെ പേരൊക്കെ വിടുകയാണ്, അതങ്ങനെ ഒന്നിച്ച് പറയണം. ഏതാ ആശാനാ വന്നേച്ചാൽ ആ ആശാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇന്ന കഥ എന്നിട്ട് പറയുള്ളൂ. ഇതിൻ്റെ മുമ്പ് ഇന്ന കഥ ഉണ്ടാവുകയെന്നൊന്നും പറയില്ല, ഇന്ന കഥ എന്ന് പറയും. അപ്പോൾ ഇതാരും ഒന്നും നോക്കിയിട്ടുണ്ടല്ലോ, ഒന്നും ഉണ്ടായില്ല. അപ്പോഴേക്ക് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് അവിടെ കഴിയും. പിന്നെ അത് വന്ന് നോക്കിപ്പോവും. അങ്ങനെ ഒരു കഥ ഈ ശൗര്യഗുണം തന്നെ 10, 20, 25, 30 തവണ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു തവണ കൊട്ടാറാവുന്നത്. അത്രയും തവണ കൊട്ടിയിട്ട് അത് ഞാൻ ഒരുത്തനേ ഉള്ളൂ. രാവിലത്തെ ചൊല്ലിയാട്ടം വൈകുന്നേരത്തെ ചൊല്ലിയാട്ടം തരാവും. 2 നേരത്തെ ചൊല്ലിയാട്ടം ക്ലാസ്സും 5 വർഷം ഇടവിടാതെ കണ്ട് നമുക്കത് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇത് എഴുതി വെക്കാറുണ്ട്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊട്ടാൻ ബുദ്ധിമുട്ടോ ഇപ്പോൾ ഡയറി എഴുത്തുണ്ടോ? ഉണ്ടായിരുന്നു. ബോറായിട്ട് തോന്നി. കാരണം ആൾക്കാരൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. എന്താ അവസാനത്തെ അതിൽ യമകിങ്കരനെ കൊടുത്തിട്ട് അതിൽ
അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് എവിടെ കലാശിക്കേണ്ടതെന്ന് അറിയില്ല. അത് മാത്രം എഴുതി വയ്ക്കും. അത് രണ്ടാമത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് കിട്ടാത്ത ഭാഗങ്ങൾ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കൊട്ടിണ്ടാക്കാന്ന് വിചാരിക്കും. ഇത് കിട്ടാണ്ടുന്ന ഭാഗങ്ങളാണ്. കാരണം എത്ര തളവട്ട പാടുക അറിയില്ല, എവിടെ എടുക്കേണ്ടേ അറിയില്ല. അതൊക്കെ നമ്മൾ കണ്ട് കെട്ടിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിനൊന്നും. ഈ തായമ്പകയുടെ എണ്ണങ്ങളും എഴുതി വെച്ചിട്ടുണ്ടോ? തായമ്പകയുടെ എണ്ണം കുറച്ച് എഴുതാൻ ആദ്യം ശ്രമിച്ചിരുന്നു. പിന്നെ അത് താളത്തിൻ്റെ ബുദ്ധിമുട്ട്, അത് പിടിക്കേണ്ട രീതി, അടി വീഴ്ചൽ അവിടെ ഇവിടെയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിർത്തി വെച്ചു. ആശാണ്ടായിരുന്നു, ഞാനും ആശാനെ കൂടി കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു അതിരികിടത് കതരകാന്ന് കഴിയണ എണ്ണം വരെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കയ്യിലുണ്ട്. ബാക്കി മുഴുമിക്കാൻ നോക്കണം. അതെ, അല്ല അതാണ് വേണ്ടത്. നമുക്ക് രേഖ ഇനിയുള്ള തലമുറയ്ക്ക് ആവശ്യം ആ രേഖകളാണ് വേണ്ടത്. അതെ അതെ. പക്ഷെ ഇതൊന്നും അല്ലാത്ത തായമ്പയാണ് ഇപ്പോൾ കൊട്ടുന്നത്. അതാ ഞാൻ പണ്ട് വിരലുണ്ടാവുന്ന ആൾക്കാർ തായമ്പയ്ക്കുള്ളൂ. ഇപ്പം അനവധി തായമ്പുണ്ട്. ആർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കൊട്ടാം. ഇപ്പം ഞാൻ തൃശ്ശൂർ പൂരം കൊട്ടി പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു ഫേസ്ബുക്കിലൊരു മേളം കണ്ടു. ഉദാഹരണം പറയണം, പരിയാരം പറ്റക്കാവിലൊരു മേളം കണ്ടു. എനിക്കത് കണ്ടപ്പോൾ വളരെയധികം വിഷമമാണ് തോന്നിയത്. നല്ല വൃത്തിയായിട്ട് മേളം പാണ്ടി കൊട്ടി വന്ന് അതിൻ്റെ തീരുകലാശം കൊട്ടുകയാണ്. അതിൻ്റെ തീരുകലാശം കൊട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ കൈ പൊന്തിച്ചിട്ടും കുറേ വിട്ടിട്ടും കുറേ ഇതാക്കിയിട്ടും എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അതിന് ശിവരാം പുതോള, കൃഷ്ണ പുതോള ഇങ്ങനെയുള്ള വലിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ പിന്നെ അവിടെ മേളം കൊട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ അവർ കൊട്ടയെ നിർത്തി പോയിരിക്കും. അതാണ് പണ്ടത്തെ ആചാര്യന്മാരും ഇപ്പോഴത്തെ ആൾക്കാരും കൂടിയുള്ള വ്യത്യാസം. ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അത് തുടരുന്നതിന് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കലാകാരൻ്റെ ഒരിക്കലും മാറാൻ പാടില്ല. ഇത് അത്രയും ബുദ്ധിമുട്ടി പഠിച്ച കലാകാരൻ ഇത് വേറെന്തോ ഉപയോഗത്തിന് ഉപയോഗിക്കണ പോലെ ഉണ്ട്. ആസ്വാദകർക്ക് വേണ്ടി, ആസ്വാദകർ ഇങ്ങടല്ലേ വരേണ്ടത്, നമ്മൾ ആസ്വാദകരിലേക്ക് പോകണ്ടെന്നല്ല പറയണത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ചെയ്യണതിനാണ് എന്തിനും വൃത്തി. അടിസ്ഥാനം വിട്ടു പോകണം, പക്ഷെ വല്ലാണ്ട് വിട്ടു പോരുത്, അതിൽ നിന്നിട്ട് ചെയ്യണം. അപ്പോൾ അതാണ് പിന്നെ വിജയേട്ടൻ മേളം കൊണ്ട് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പിന്നെ നാട്യസംഘത്തിൽ പഠിക്കുന്ന സമ്പ്രദായത്തിൽ ഇപ്പം നമുക്ക് പൊതുവായിട്ട് ഒരു സഭയിൽ ചെന്ന് സംസാരിക്കുമ്പോഴുള്ള വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? അല്ല നമ്മൾ ചെണ്ടേനെ കുറിച്ച് എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ ഉള്ള രീതികളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? വെറും ചെണ്ടയും ഈ പഠനവും മാത്രമായിട്ട് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം എന്തെങ്കിലും പറയാന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ശീലിച്ചിട്ടില്ല. ഇപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാലേ നമുക്ക് വേണ്ടി വരുള്ളൂ. കാരണം ആരും അങ്ങനെ ആവശ്യപ്പെട്ടില്ല. അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളതിന് തയ്യാറെടുപ്പോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിജയമായിരിക്കും. കാരണം ഒന്നും അറിയാത്തൊരു കൊട്ടുകാരൻ ഈ നിലയ്ക്ക് എത്തിയില്ലേ. എന്തെങ്കിലും ഒരു കഥയ്ക്ക് കൊട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ വിജയമായി കണക്കാക്കുന്ന ആളാണ് ഞാൻ. എന്തെങ്കിലും ഒരു സംഗതി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മളതിനെ ഉപയോഗപ്പെടുത്തും. അതല്ലാതെ പുസ്തകങ്ങൾ ആയിട്ടുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല ചെണ്ട പഠനം രീതിയിൽ തന്നെ ഇപ്പോൾ തുടർന്ന് പോകുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ വിജയരാഘവട്ടൻ്റെതായ ഇനി വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ പുസ്തകങ്ങളായിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല തായമ്പകയുടെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ? തായമ്പക പുസ്തകം ആദ്യം ഇറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല ഭാഗത്തുനിന്ന് പല പുസ്തകങ്ങൾ ഇറങ്ങിയെന്ന് കേൾക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തതാണ്. വെച്ചാൽ ഒന്നുമില്ല, ഇപ്പം പല വിവാദങ്ങളും വരും. കാരണം ശൈലി വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ദ്രികടത് കതരകാം, നാദരകാം, തകതരകാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പല വിധത്തിൽ വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ വായത്താരി പറഞ്ഞത്. അതുപോലെ കോലിൻ്റെ കാര്യം, കോല് നമ്മളെ വിളംബകാലത്തിൽ കോല് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, കൈ ഉപയോഗിക്കാറില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നതുകൊണ്ട് നമുക്ക് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക, അല്ലാണ്ട് പബ്ലിഷ് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ് കുറേ കഥകളിനെ കുറിച്ചും കൊട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി കുടുംബത്തെക്കുറിച്ച് നമുക്ക്. കുടുംബം എന്ന് പറഞ്ഞാൽ പട്ടാമ്പി കൈത്തളി പൊതുവാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ. സീതാലക്ഷ്മി എന്നാണ് പേര്. പെരിങ്ങോട് LP സ്കൂള് അധ്യാപികയാണ്. മകനുണ്ട് അഭിമന്യു, അയാൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പരിദൂർ സ്കൂളാണ്. മകള് പാർവതി, അവൾ മഹർഷി വിദ്യാലയത്തിലാണ്, ഞാങ്ങാട്രി മഹർഷി വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. തായമ്പക ഉണ്ടോ കുട്ടികൾക്ക്? കുട്ടികൾ മകൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു, മകള് തായമ്പ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന്. പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പുരസ്കാരത്തിന് അച്ഛന് ഒരു പേര് ചേർത്തിട്ട് നമ്മൾ
അച്ഛന് കിട്ടിയ പുരസ്കാരം? ഇല്ല, അത് അച്ഛൻ്റെ പേരിൽ തുടങ്ങിയതേ ഉള്ളൂ പുരസ്കാരങ്ങൾ. അതെ അല്ലേ? ആ, അത് വളാഞ്ചേരി വെച്ചിട്ടാണ് അത് ചെയ്യാറ്, അച്ഛൻ്റെ പേരിക്കുള്ളത്. അച്ഛൻ്റെ പേരുള്ള നിങ്ങൾ വിജയേട്ടന് കിട്ടിയ പുരസ്കാരം? ഏറ്റവും അധികം സന്തോഷിച്ചത് 92-ലാണ് നമ്മുടെ തിരൂർ കലോത്സവത്തിന്, സംസ്ഥാന കലോത്സവത്തിന് ഒന്നാം സമ്മാനം. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്. 92-ല്. അപ്പൊ അതാണ് ഇപ്പൊ കൊല്ലം കറക്റ്റ് ആയിട്ട് അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓർമ്മ കിട്ടിയത്. കാരണം അത് അന്ന് മഞ്ജുവാരൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ. അതെ, കലാതിലകം, അന്ന് കലാതിലകമൊക്കെ ഉള്ള കാലമാണ്. അല്ല, അന്ന് ജഡ്ജസ് ആരായിരുന്നു ഓർമ്മയുണ്ടോ? ജഡ്ജസിന് ഓർമ്മയുണ്ടോ? പറയില്ല. അല്ല, അത് ഓർമ്മയുണ്ട്. അല്ല, അത് പറയുന്നത് വേണ്ട. പിന്നെ അല്ല, അന്ന് മത്സരിക്കാമെന്ന പ്രമുഖരാരെങ്കിലും ഓർമ്മയുണ്ടോ? അത് മറ്റേ സുഖപുരത്തുനിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അല്ല, നമ്മള് പേര് അറിയപ്പെടുന്ന ആരെങ്കിലും? ശ്രീരാജ് ഉണ്ടായിരുന്നു, ശ്രീകാന്ത് ഉണ്ടായിരുന്നു. ശ്രീരാജ് ഇല്ല. പിന്നെ ആലങ്കോടുന്ന് ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് തിരൂര് വെച്ചിട്ടാണ്. അതാണ് ഏറ്റവും പോളിടെക്നിക്കിൽ വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിന്. പിന്നെ അതിനുശേഷം ഗുരുവായൂർ തൃത്താല കേശവ പൊതുവാളിലെ അഖില കേരള തായമ്പക മത്സരത്തിൽ അതിൽ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ല, കോട്ടയ്ക്കിൽ വന്നതിന് ശേഷം. ആ തായമ്പകയ്ക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പഞ്ചാരിക്കൂറും ചെമ്പക്കൂറും സെറ്റ് ചെയ്ത് തന്ന് കൃഷ്ണകുട്ടേശൻ. അരമണിക്കൂറായിരുന്നു തായമ്പക. അന്ന് ആ തായമ്പക സെറ്റ് ചെയ്തത് നമ്മുടെ എൻ്റെ ആശാനായ കൃഷ്ണകുട്ടേശനായിരുന്നു. അതിനുശേഷം കഥകളിയിലേക്കായി മുഴുവൻ ശ്രദ്ധ. തായമ്പയൊക്കെ മുക്കാൽ ഭാഗം അങ്ങടായി. എന്നാലുണ്ട് പിന്നത്തെ പുരസ്കാരങ്ങൾ. മറ്റേ ചാലക്കുടി VN മേനോൻ പുരസ്കാരം, സുവർണ്ണമുദ്ര, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അനേകം പുരസ്കാരങ്ങൾ നമ്മുടെ പൊതുവളാശൻ്റെ കൃഷ്ണകുട്ടി പൊതുവളാശൻ്റെ പേർക്കുള്ള കലാസാഗർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. വലിയൊരു സന്തോഷമായിട്ട് തോന്നിയത് അതാണ്. കാരണം ഒരു ചെണ്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ചെണ്ട അധ്യാപകൻ്റെ പേരിലുള്ള ഒരു അവാർഡ് നമുക്കത് കിട്ടിയപ്പോൾ ഇതിലൊക്കെ വലിയൊരു സന്തോഷം തോന്നിയതാണ്. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അവാർഡ്. അത് വളരെയധികം സന്തോഷം. ആശാനെ എല്ലാവരും സ്മരിക്കും. അപ്പോൾ വലിയ സന്തോഷം. കുറച്ച് നേരം എങ്കിലും ഈ കളിമേള സഞ്ചാരത്തിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ കലാകാരന്മാരുടെ മനസ്സറിയുക, അവർക്ക് പറയാനുള്ളത് പങ്കുവയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ഈ വായ്ത്താരിയിൽ നമ്മളോടൊപ്പം പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം വിജയരാഘവന്. അപ്പോൾ എല്ലാവിധ ആയുരാരോഗ്യങ്ങളും വിശ്വംഭരനോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും വിജയരാഘവേട്ടൻ്റെ അരങ്ങുകൾ കാണാൻ കാത്തിരിക്കുന്നു ജനങ്ങൾ കാണാൻ കാത്തിരിക്കുന്നു. ചെണ്ടയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ, പുസ്തകമായിട്ടാണെങ്കിൽ പുസ്തകമായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ കേളി തായമ്പക എന്ന് പറഞ്ഞൊരു സംവിധാനമാണെങ്കിൽ അത്, അങ്ങനെ ഓരോന്നും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് തരും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പരിപാടി കഥകളി മേള സഞ്ചാരം എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവരോടും എൻ്റെ കൃതജ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമസ്കാരം.